ഷിഹാബിനെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഷിഹാബ് വാട്സപ്പിലൂടെയാണോ അല്ലെങ്കിൽ ഫോണിലൂടെ? ഷിഹാബ് വീഡിയോ കോള്, അതേപോലെ സാധാ കോളും അതേപോലെ വീഡിയോ കോളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ വീഡിയോ കോളിൽ കാണിച്ചു തരാം, സംസാരിച്ച ക്ലിപ്പ് വേണമെങ്കിൽ കാണിക്കാം. ഷിഹാബിന്റെ പിന്തുണ, എല്ലാവിധ സപ്പോർട്ട് ഉണ്ട്, ആള് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ. ഈ ആത്മീയത എന്ന് പറയുന്നത് ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അംബാനിയും അദാനിയും ഒക്കെയാണ് ഇന്ന് നമ്മൾ അറിഞ്ഞ ഏറ്റവും വലിയ കോടീശ്വരന്മാരും പണക്കാരും എന്നോ ഒക്കെയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് ആത്മീയതയിലൂടെ പണം ഉണ്ടാക്കിയ ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട്. ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചില കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരെ ഒരു മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും പല ആളുകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം ഈ എനിക്കും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ 100% യോജിക്കുന്ന ആളാണ്. നമ്മൾ നബിദിന ജാഥയ്ക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള മതക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, കാരണം നമ്മൾ ചെയ്യുന്നത് നബിചര്യക്ക് എതിരായിട്ടാണ്, വൈരുദ്ധ്യമാണ് നമ്മൾ ചെയ്തുള്ളത്. അപ്പോൾ അതിനൊക്കെ ഞാൻ വളരെയധികം എതിർക്കുന്നുണ്ട്. കാരണം നമ്മൾ നബിയുടെ ആളാണ്, പ്രവാചകൻ അനുയായികളാണെന്ന് വാക്കുകൊണ്ട് പറയുന്നു, പക്ഷെ അവിടെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് അതിന് വൈരുദ്ധ്യമാണ് നമ്മൾ ചെയ്യുന്നത്. പലയിടങ്ങളിലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ആത്മീയതയുടെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഷിഹാബിനൊക്കെ വളരെയധികം ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് വലിയൊരു പോലീസ് ഫോഴ്സ് തന്നെ ഷിഹാബിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രചരണം ഒരിക്കലും ഉണ്ടാവില്ല, 100% ഉണ്ടാവില്ല, സംശയമില്ല, അതിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രചരണത്തിനൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അത് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റിയാണ്, സെക്യൂരിറ്റി ഉണ്ടാവും. അതെ, ഒരു പരിധിവരെ അതൊരു വലിയ ഒരു സപ്പോർട്ട് തന്നെയാണ് എല്ലാം കൊണ്ടും, അത് ഉൾക്കൊള്ളുന്നുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ ഒന്നാമത് ഷിഹാബിനെതിരെ ഉയർന്നു വന്ന ഒരുപാട് ആരോപണങ്ങൾക്ക് അപ്പുറത്ത് ഷിഹാബിന് വലിയ പിന്തുണയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ടല്ലോ. പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മീയതയെ ചൂഷണം ചെയ്യുന്നു, മന്ത്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു എന്താ പറയുന്നത് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പണ്ഡിതന്മാർ പലപ്പോഴും മുസ്ലിങ്ങൾക്കിടയിലും അല്ലാതെയും പോകുന്നുണ്ട്. ഇപ്പൊ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുണ്യനഗരമായ മക്ക, മദീന, മക്കയിലേക്കും മദീനയിലേക്കും പോകുന്നു എന്ന് തന്നെ പറയുമ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഒരു പുണ്യനഗരമായ മക്കയും മദീനയും അവിടേക്ക് പോകുന്ന ഒരു വ്യക്തി, അയാൾക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വാഭാവികമായിട്ടും ആത്മീയതയിലേക്ക് ആഴ്ന്നിറങ്ങിയ ആളുകളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല, അവരെല്ലാ രീതിയിലുള്ള ഒരു പിന്തുണ തരും. അങ്ങനെയാണോ ഈ മക്കയും മദീനയെയും തെരഞ്ഞെടുത്തത്? അല്ല, അങ്ങനെ അതെ, മനസ്സിലായി. ഒറ്റയടിക്ക് ഒരാൾക്ക് അങ്ങനെ ആ ഒരു ഇത് എന്താ പറയാ, ഒരുപാട് ആളുകളുടെ ഇതൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആവണം, ഫിനാൻഷ്യലി പ്രിപ്പയർഡ് ആവണം, അതിനുള്ള സമയം, സാഹചര്യം, സന്ദർഭം എല്ലാം യോജിക്കണം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഈ ആത്മീയത എന്ന് പറയുന്നത് ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അംബാനിയും അദാനിയും ഒക്കെയാണ് ഇന്ന് നമ്മൾ അറിഞ്ഞ ഏറ്റവും വലിയ കോടീശ്വരന്മാരും പണക്കാരും എന്നോ ഒക്കെയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് ആത്മീയതയിലൂടെ പണം ഉണ്ടാക്കിയ ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം തന്നെ, ഈ മക്കയും മദീനയും കാണിച്ചാൽ തന്നെ ഒരു വലിയൊരു പണം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു അവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടാകരുത്. പലപ്പോഴും നമ്മളെ മതപണ്ഡിതന്മാരൊക്കെ ഈ മക്കയും മദീനയും വെച്ചൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട്, അല്ലാതെയും മതപണ്ഡിതന്മാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പൊ നമ്മൾക്ക് ഹദീസിൽ ആദ്യം പഠിപ്പിക്കുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കുന്നത് നിയത്ത്, കരുത്ത് കൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ. അപ്പൊ നിയത്തില്ലാതെ, കരുത്തില്ലാതെ ഒരാൾ എത്ര വലിയ അമല് ചെയ്തിട്ടും ദീനിൽ ഒരു സ്ഥാനമില്ല അതിന്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യുമ്പോൾ, 5-8 മാസത്തോളം ത്യാഗം ചെയ്യുമ്പോൾ മെന്റൽ അതിനായിട്ട് ഫുള്ള് നമ്മൾ പ്രിപ്പയർഡായി, അതേപോലെ ഫിനാൻഷ്യൽ അതിനായിട്ട് നമ്മൾ അത്രയും ചെയ്യുന്നുണ്ട്. അത് വേണ്ട, അതൊന്നും ഒരു ഫാക്ടറല്ല. എല്ലാ നിലയിലും നമ്മൾ ഇതിനായിട്ട് വേണ്ടി മാത്രം നമ്മളുടെ ആ ഒരു സമർപ്പണ ഇതുണ്ടല്ലോ, ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു നിയത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ ഞാൻ എല്ലാ ഇഖ്ലാസോടുകൂടെ നിയത്തോടുകൂടിയാണ് ഇതിനെ ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മക്ക, മദീന, പിന്നെ എൻ്റെ ഇസ്ലാമിക് ഹയർ സ്റ്റഡീസ് ഉപരിപഠനം, പിന്നെ ഞാൻ പഠിച്ച മുസന്നിഫുകളുടെ ചാരത്തേക്ക് പോവുക, മക്ബറുകൾ സിയാറത്ത് ചെയ്യുക, പിന്നെ എനിക്ക് അവിടുത്തെ കാഴ്ചകൾ, കൾച്ചർ, അവിടുത്തെ സംസ്കാരം, വൈവിധ്യമാർന്ന ഭക്ഷണം, എല്ലാ ജീവിതശൈലി, ഇതൊക്കെ ആളുകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. കേവലം ഇത് മാത്രമല്ല, അതും നമ്മുടെ ലക്ഷ്യങ്ങൾ കൂട്ടത്തിൽ വരുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഗുണം ചെയ്യുക. അല്ലെങ്കിൽ ഒരു യൂട്യൂബർ മെന്റാലിറ്റിയിലൂടെയോ യാത്ര ചെയ്യുന്നത് കൊണ്ടോ അതിലൂടെ വരുന്നൊരു സമ്പാദ്യം അല്ലെങ്കിൽ അത് ശേഖരിച്ച് യാത്ര പോകുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ കേവലം പലപ്പോഴായിട്ട് എനിക്കിപ്പോൾ പലയിടങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു
ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചില കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരെ ഒരു മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും പല ആളുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ യാത്ര പോകുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇസ്ലാമിക രീതിയിൽ ഈ ഹജ്ജ് പോകുന്ന സമയത്ത് എല്ലാവരോടും പറയണം, എല്ലാ ആളുകളോടും പൊരുത്തം ചോദിക്കണം എന്നുള്ളതാണ് മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അതേസമയം ഈ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പൊരുത്തം ചോദിക്കുന്നു എന്നുള്ളത് എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ആരുടെയെങ്കിലും ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം. പരിപൂർണമായിട്ടും ഹക്കിടപാടുകൾ വിമുക്തമാകണം. നമ്മൾ സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നുള്ളതാണല്ലോ മതപരമായിട്ട് പറയുന്നത്. അപ്പോ അങ്ങനെ മതപരമായിട്ട് പറഞ്ഞ് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ എല്ലാ രീതിയിലും നന്മയോട് കൂടിയിട്ടുള്ള യാത്രയായിരിക്കണം ഹജ്ജ് എന്ന് പറയുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പല ആളുകൾക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. കാരണം ഒരു മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സാബി ആയെങ്കിലും ആരായെങ്കിലും യാത്ര പോകുന്നത് അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസപ്രകാരം വലിയൊരു കാര്യമാണ്. പക്ഷെ മറ്റുള്ള മതസ്ഥരും കടന്നു പോകുന്ന ഒരു വഴിയാണല്ലോ ഈ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ റോഡുകളിലൂടെ ഈ ജനാധിപത്യപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ സമര പരിപാടികൾ നടത്തുന്നത് പോലെയോ അല്ല. അത് എല്ലാ ആളുകൾക്കും, എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മതപരമായിട്ട് ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ള മതസ്ഥർക്ക് അല്ലെങ്കിൽ മതമില്ലാത്തവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു 100%. കാരണം ഈ നടന്നു പോകുന്ന പോലെയുള്ള ഒരു സംഭവം സൈക്ലിങ്ങിൽ പോകുമ്പോൾ ഉണ്ടാവില്ല. കാരണം ആളുകൾ ബാക്കിൽ വരാൻ പറ്റൂല. നമ്മൾ സ്പീഡിലായിരിക്കും, മണിക്കൂറിൽ 20 സ്പീഡെങ്കിലും പോകണം. ഒരു ദിവസം 100 കിലോമീറ്ററെങ്കിലും താണ്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വിരളമായിട്ട്, റെയർ ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത്. കാരണം എനിക്കും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ 100% യോജിക്കുന്ന ആളാണ്. നമ്മൾ നബിദിന ജാഥയ്ക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള മതക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, കാരണം നമ്മൾ ചെയ്യുന്നത് നബിചര്യക്ക് എതിരായിട്ടാണ്, വൈരുദ്ധ്യമാണ് നമ്മൾ ചെയ്തുള്ളത്. അപ്പോൾ അതിനൊക്കെ ഞാൻ വളരെയധികം എതിർക്കുന്നുണ്ട്. കാരണം നമ്മൾ നബിയുടെ ആളാണ്, പ്രവാചകൻ അനുയായികളാണെന്ന് വാക്കുകൊണ്ട് പറയുന്നു, പക്ഷെ അവിടെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് അതിന് വൈരുദ്ധ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ആത്മീയതയിലേക്ക് ഊന്നിയ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ആത്മീയ ചിന്താഗതി ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് ഉത്തരേന്ത്യയിലാണ്, നോർത്തിലാണ്. നോർത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു ആത്മീയത അല്ലെങ്കിൽ ഈ മക്കയും മദീനയും ഒന്ന് കാണിച്ചാൽ തന്നെ അവർ പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കേറിയിട്ട് ഒരു പക്ഷേ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഉള്ളത് കൊണ്ടായിരിക്കാം അവരൊരു ആൾ ദൈവത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ സഭയിലൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്തരം തെറ്റിദ്ധാരണകൾ, ആൾ ദൈവത്തിനപ്പുറത്ത്, ആൾ ദൈവം ഒരിക്കലും എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഒരു മതം എന്നതിനപ്പുറത്ത് പൊളിറ്റിക്കലി അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആൾ ദൈവ ചിന്താഗതികൾക്കെതിരെയൊക്കെ ഉള്ളൊരു പ്രചരണമാക്കിയിട്ട് ഈ യാത്രയെ മാറ്റുമോ? അങ്ങനെ ഒന്നിനെയും ഉൾക്കൊള്ളാൻ പറ്റാതെ എല്ലാത്തിനെയും മോശവൽക്കരിച്ചിട്ട് പോകുന്ന അതെ, യുക്തിവാദികൾക്കിടയിൽ കൂടുതൽ അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ശരിക്കും ഷർവപരമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഓവറായിട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ യുക്തിവാദികളുമായാലും അല്ലെങ്കിൽ മതവാദികളായി കഴിഞ്ഞാലും എല്ലാവർക്കിടയിലും പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട്. ഉറപ്പായിട്ടുണ്ട്. 100% എല്ലാ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ആരും എല്ലാം തീവ്രമാകുമ്പോൾ അപകടം തന്നെയാണ്. എല്ലാം മിതമായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളാനും അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തെറ്റില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സൈക്കിളിലൂടെയാണ് യാത്ര. അപ്പൊ ഈ സൈക്കിളിന്റെ കണ്ടീഷൻ എന്താണ്? സൈക്കിളിന്റെ കണ്ടീഷൻ, സൈക്കിള് ഒരു 4 ടൈപ്പിൽ വരുന്നുണ്ട്. MTB, റോഡ് ബൈക്ക്, ഹൈബ്രിഡ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ളത്, പിന്നെ ടൂറിംഗ് ബൈക്ക്. ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളത് ടൂറിംഗ് ബൈക്കാണ്. ടൂറിംഗ് ബൈക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രിക്കൽ ഇങ്ങനെ പോകുന്ന സംഭവം ഒന്നല്ല, ബാറ്ററി ഒന്നല്ല, നമ്മൾ എഫേർട്ടിൽ തന്നെ പോകണം. സൈക്കിളിന് പറയുന്നത് ബൈക്ക് എന്നാണ്. അതാണ്. അപ്പോൾ MTB എന്ന് പറഞ്ഞാൽ മലകളിലൂടെ പോകുന്നത്, കുറച്ച് ടെറൈനിൽ പോകുന്നത്. പിന്നെ റോഡ് ബൈക്ക് എന്ന് പറയുമ്പോൾ ചെറിയ ടയറായിരിക്കും, സ്പീഡ് പോകാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്നത് ടൂറിംഗ് ബൈക്ക്? ഞാൻ ടൂറിംഗ് ബൈക്ക് അത്യാവശ്യം നോർമൽ സ്പീഡിൽ പോകുന്നതാണ്, വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല. റോഡ് ബൈക്ക് നമ്മുടെ ശരാശരി സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ 20 സ്പീഡിലൊക്കെ നമ്മൾ പോകില്ല. ആ ഒരു വേഗത 20-40 ഇടയിലല്ല, 20 കിട്ടും. ഒരു 10, 15, 20, 25 മാക്സിമം പോയാൽ കംഫർട്ട്, നമുക്ക് ആസ്വദിച്ച് പോവാം. നല്ലൊരു കംഫർട്ട് ഉണ്ടാവും. നമ്മൾ ചവിട്ടിയാലേ പോകുള്ളൂ, അല്ലാതെ വേറെ എന്തെങ്കിലും ഇലക്ട്രിക് അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. ഈ ഗിയറൊക്കെ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചെയിനെ കുറച്ചും കൂടി ലൂസ് ആക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഗിയർ ബൈക്കിന് കയറും കുറച്ചും കൂടി ഫ്രീ ആയി കിട്ടും. കയറ്റം കയറുമ്പോൾ നമ്മൾ കൂടുതൽ ചവിട്ടണം, അപ്പൊ നമുക്ക് കയറുന്നു.
അല്ലാതെ ചവിട്ടാതെ പോകൂല. ഈ ബൈക്ക് പോലെ അല്ലെങ്കിൽ മറ്റുള്ള കാറ് പോലെയൊന്നും അല്ല. ഈ സൈക്കിളിന്റെ അകത്ത് കുറെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയില്ലേ. ഈ 200 ദിവസം 15,000 കിലോമീറ്റർ 2 ഭൂഖണ്ഡങ്ങൾ 10 രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വലിയൊരു സാധന സാമഗ്രികളുടെ ഒരു വലിയ ശേഖരണം തന്നെ വേണ്ടേ? അതെ, എവിടെയെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് സൈക്കിളിന് റിപ്പയർ ചെയ്യാൻ അറിയൂല, നമ്മൾ തന്നെ കറക്റ്റ് അതെ നമുക്കിത് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നാസ് ബൈക്ക് സോൺ എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ഒരു പുള്ളിയാണ്. അപ്പോൾ ആള് ഓരോന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങനെ അതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ സെറ്റപ്പിലേക്ക് വരുത്തുന്നുണ്ട്. അപ്പോൾ അയാളിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പോകുന്നതിന് മുമ്പ് എല്ലാം പ്രിപ്പയർ ആയിട്ട് ഇപ്പം ഞാൻ ഇന്ന് രാത്രി നാളെ രാവിലെ ആയിട്ട് അവിടെ പോകും. അങ്ങനെ പോയിട്ട് സൈക്കിൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്പെയർ ടയർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, അതേപോലെ ഗിയറിൻ്റെ കാര്യങ്ങൾ, ബ്രേക്കിൻ്റെ ഓരോന്നും നമ്മൾ എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉത്തരേന്ത്യൻ മണ്ണുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എല്ലാ രീതിയിലുള്ള ആത്മീയ തീവ്രതകൾ കൊടികുത്തി വാഴുന്ന ഒരിടമാണ് ഉത്തരേന്ത്യ, അല്ലെ? ഉത്തരേന്ത്യ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലും ഉണ്ട് ഒരു പരിധി വരെ. എന്നാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വലിയൊരു ലോകമാണ്. ഇവിടെ ഒരു ചെറിയൊരു നന്മയുടെ കാറ്റ്, ആത്മീയതക്കപ്പുറത്ത്, ആത്മീയ തീവ്രമായ ആത്മീയ ചിന്താഗതികൾക്കപ്പുറത്ത്, അന്ധവിശ്വാസങ്ങൾക്കപ്പുറത്ത് ഒരു നന്മയുടെ ഒരു കാറ്റായിട്ടും കൂടി, ഒരു മതേതരത്വത്തിന്റെ ഒരു കാറ്റായും കൂടി സാബി മാറണം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുപോലെയുള്ള ചിന്തകൾക്ക് പ്രസക്തി കൊടുക്കാനും സാബി തയ്യാറാകണമെന്ന് കൂടി ഞാൻ പറയാം. അതെ, നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള അവരുടെ അനാചാരങ്ങൾക്കെതിരെ ഇത് തെറ്റാണ്, ഇത് ഷിർക്കാണ്, അങ്ങനെയൊക്കെ പറയാനും നമുക്കതൊരു അവസരമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇത് പറയുന്നതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ട് ഇന്ന രീതിയിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇത് തെറ്റാണ് എന്ന് അങ്ങനെ ഉദ്ദേശിച്ചത് ഒരു സന്ദേശം. അതെ, അവിടെ നമ്മൾ എന്താ പറയാ, ഓവറായിട്ട് ചിലപ്പോൾ ഇങ്ങനെ സുജൂദ് ഇടുന്നത് പോലെ അല്ലാഹുക്കല്ലാതെ ആരാധിക്കുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് യഥാർത്ഥത്തിൽ സുന്നി ആശയത്തിൽ ഉറച്ച് ഞാൻ പറയാണ്, അതായത് അവിടെ എക്സ്ട്രാ ഇപ്പോൾ എന്താ അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിന് പകരം മക്ബറക്ക് നമ്മൾ അവിടെ പോയിട്ട് സുജൂദ് ഇടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രീം ലെവലിൽ മാറുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദീനിൽ പറഞ്ഞ് നിങ്ങൾക്ക് കൈ കൊണ്ട് പറ്റുമെങ്കിൽ കൈ, അല്ലെങ്കിൽ ബായി, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറ്റുന്ന ഒരു ഇടപെടൽ എന്നെ കൊണ്ട് ഞാൻ അവർക്കിടയിൽ നടത്തും ഇൻഷാ അല്ലാഹ്. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സാബിയുടെ മക്ക മദീന എന്നുള്ള യാത്രക്കപ്പുറത്ത് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അല്ലേ? പലപ്പോഴും സാബിയെ പോലെയുള്ള നല്ല യുവാക്കൾ, നല്ല രീതിയിൽ നല്ല ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവണം എന്നതിനപ്പുറത്ത് ആത്മീയത എന്ന് പറയുന്ന ഒരു വളരെയധികം ഇന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു പക്ഷെ കേവലം 2-3 മതപരമായിട്ടുള്ള അറിവുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഈ ലോകം ഭരിക്കുന്നത്, ഞങ്ങൾക്ക് മാത്രമേ ഈ ലോകം നിയന്ത്രിക്കാനാവൂ എന്നുള്ള കാപ്പട്യം നിറഞ്ഞ വാക്കുകളിലൂടെ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കുന്ന മതപണ്ഡിതന്മാർ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത് മതപണ്ഡിതന്മാരുടെ തെറ്റായ മന്ത്രവാദ ചികിത്സയിലൂടെ യഥാർത്ഥ ചികിത്സ ലഭിക്കാതെ യഥാർത്ഥ ആശുപത്രികളിലൊക്കെ പോകാൻ പോലും മടി കാണിക്കുന്ന ഒരുപാട് പേര് ഇന്നും അന്ധകാര വിശ്വാസത്തിൽ നിന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മൾ മാറ്റിക്കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പലയിടങ്ങളിലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ആത്മീയതയുടെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കയിലേക്കും മദീനയിലേക്കും 10ഓളം രാജ്യങ്ങളിലേക്ക് സാബി കടന്നു പോകുമ്പോൾ ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് സാബിക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സാബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ 21 വയസ്സേ ആയിട്ടുള്ളൂ. അതായത് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായ സാബി ഇത്രയും വലിയൊരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ഒരു തീരുമാനമെടുത്ത് ലോകരാജ്യങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിനെ മതപരമായിട്ടുള്ള കാഴ്ചകൾക്കപ്പുറത്ത് അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് കാരണം സാബി പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെയാണ്, സാബി പറഞ്ഞതുപോലെയാണ് എങ്കിൽ എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നല്ല മോട്ടിവേഷൻ ട്രെയിനറും കൂടിയാണ് സാബി. അതുപോലെ തന്നെ വളരെയധികം പലപ്പോഴും പല ആളുകൾക്കും സാബിയുടെ വീഡിയോസ് ഒരു തണലായി താങ്ങായി മാറാറുണ്ട്. കാരണം ആ വീഡിയോസിലൂടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ പൊരുൾ, അല്ലെങ്കിൽ അത് ചില സമയങ്ങളിലൊക്കെ ഒരു ബോൾ മതിലേക്ക് എറിഞ്ഞതുപോലെയാണ്. അതായത് ആ പന്ത് തിരിച്ചും വരും, അത് കേൾക്കുന്ന ആളുകളിലും മാറ്റം ഉണ്ടാക്കുന്ന ഒരവസ്ഥ
പലപ്പോഴും സഭയുടെ വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം മാറ്റങ്ങളൊക്കെ ഈ യാത്രയിലൂടെ പലർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ പോകുന്ന രാജ്യങ്ങൾ പറഞ്ഞില്ലല്ലേ? അതെ, രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പോകുന്ന രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ കഴിഞ്ഞാൽ പോകുന്ന റൂട്ട് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയാൽ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, വാഗാ ബോർഡർ ത്രൂ ഞാൻ പാകിസ്ഥാന്, ഇറാന്, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ ഒരു പക്ഷെ GCC കവർ ചെയ്യും, മിഡിൽ ഈസ്റ്റ്. അങ്ങനെ മക്ക, മദീന, അവിടെ ഉംറ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് ജോർദാനാണ്, ബൈ റോഡ്. ജോർദാനിന്ന് അവിടെ അമ്മാന, അവിടെയുള്ള പ്രധാന സ്ഥലങ്ങൾ. അവിടുന്ന് പിന്നെ ഇസ്രായേൽ, ജെറുസലേം അറിയാലോ, ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസ്. അവിടുന്ന് ചിലപ്പോൾ പറ്റുമെങ്കിൽ ഫലസ്തീന് പോകും, ഇസ്രായേൽ തന്നെയാണല്ലോ. അപ്പോൾ അവിടുന്ന് നേരെ ഈജിപ്തിലേക്ക് കിടക്കും. അങ്ങനെ അവിടുന്ന് എൻ്റെ ഫസ്റ്റ് ഒരു 3 മാസത്തിൻ്റെ ഒരു പഠനം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് മക്കയിലേക്ക് പോകുമ്പോൾ ഹജ്ജ് സമയമാവും. അങ്ങനെ ഹജ്ജ് കർമ്മം ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഷിഹാബിനെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഷിഹാബ് വാട്സപ്പിലൂടെയാണോ അല്ലെങ്കിൽ ഫോണിലൂടെയാണോ? ഷിഹാബ് വീഡിയോ കോള്, അതേപോലെ സാധാ കോളും അതേപോലെ വീഡിയോ കോളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ വീഡിയോ കോളിൽ കാണിച്ചു തരാം, സംസാരിച്ച ക്ലിപ്പ് വേണമെങ്കിൽ കാണിക്കാം. ഷിഹാബിന്റെ പിന്തുണ, എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. ആള് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഇൻഷാല്ലാ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാന്ന് പറഞ്ഞു. ഇൻഷാല്ലാ. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയേക്കാൾ കൂടുതൽ സാബിക്ക് ലഭിക്കാൻ സാധ്യത ഉത്തരേന്ത്യൻ മണ്ണിലായിരിക്കും. ഒരിക്കലും ഇല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മളെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നിയത്ത് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങി, ഒരാളും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും ഇൻഷാ അല്ലാഹ്, ഉറപ്പാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്താ പറയുക, അസഫർ അദാബ് മിനന്നാർ, നരകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. കാരണം അത്രത്തോളം അദാബുകൾ ഉണ്ടാവും വഴിയോരങ്ങളിൽ. ചിലപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കേണ്ട അവസ്ഥ, കിട്ടാത്ത അവസ്ഥ, നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഫുഡിന് ബുദ്ധിമുട്ട്, ചില സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിത ഭീഷണി, ഒരുപാട് നമ്മൾ എന്താ പറയുക കടന്നു പോകേണ്ട അവസ്ഥ വരും. ഇൻഷാ അല്ലാഹ് അതൊക്കെ അള്ളാഹുവിൽ തവക്കലും അതേപോലെ നബിതങ്ങളിലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലും തവസ്സുലാക്കിയിട്ടാണ് യാത്രക്ക് ഒരുങ്ങുന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അല്ല, എനിക്ക് തോന്നുന്നത് അതിനേക്കാളൊക്കെ നല്ലത് ഓൾറെഡി എന്തായാലും ഓൺലൈനായിട്ടും യൂട്യൂബായിട്ടും ഒക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അത്രയും കുറച്ച് ആളുകളെ മാത്രം എനിക്ക് തോന്നുന്നത് ഇത്തരം ബന്ധപ്പെട്ടാൽ മതി എന്നാണ്. അല്ലെങ്കിൽ വലിയൊരു ആൾക്കൂട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗതാഗത തടസ്സം പോലെയുള്ള വിഷയങ്ങൾ ഇല്ല, ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അതെ, ആളുകൾക്ക് സഹകരിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ടല്ല. അതെ, എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ യാത്രയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള നമ്പർ വിളിച്ച് നിങ്ങൾക്ക് നമുക്ക് അറിയിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു പിന്തുണ പൊതുവെ ഒരു പൊതുസമൂഹത്തിനിടയിൽ ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം മതം എന്ന് പറയുന്നത് ഒരു നിശ്ചിത വ്യക്തികളിൽ മാത്രം ഊന്നിയ ഒരു കാര്യമാണല്ലോ. ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള മതമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ആത്മീയതയിൽ ഊന്നിയ നന്മ നിറഞ്ഞു നിൽക്കുന്ന സാബിയുടെ ഈ കാഴ്ചപ്പാടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ, അതൊക്കെ ഒരു മതത്തിന് പുറത്തും ചിലപ്പോൾ ഇത്തരം ആശയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അല്ല, ഞാൻ മതത്തിന് പുറത്തുള്ള ആളുകള് നബിതങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിട്ടുണ്ട്. കാരണം നബി ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോ സ്വഹാബാക്കളിൽ പറയുന്നത് അതൊരു ജൂതന്റെ മയ്യത്താണ്, യഹൂദിയാണ്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ അലൈസത്തുൽ നഫ്സ്, അത് അയാളൊരു മനുഷ്യനല്ലേ, നബിതങ്ങളുടെ മാനവികതയുടെ പാടാണ്. അയാളൊരു മനുഷ്യനല്ലേ, മുസ്ലിം ആണെന്നുള്ളത് സെക്കൻഡറി ആണ്, മനുഷ്യനിക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ ഒരുപാട് ഹദീസ് ഉണ്ട്, അതായത് മാനവികത, മനുഷ്യനിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും നമ്മൾ ഒരുപോലെ കാണും. വിഷയങ്ങളും ഉണ്ട് ഹദീസുമായി ബന്ധപ്പെട്ട് തന്നെ. എന്തായാലും തീർച്ചയായും ഇങ്ങനൊരു യാത്ര സാബി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഷിഹാബിന് പുറമെ മറ്റൊരു ആളും കൂടി ഹജ്ജിലേക്ക് പോകുന്നു. പക്ഷെ നടന്നു പോവുകയല്ല, സൈക്കിളിലൂടെ പോവുകയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളിലൂടെയും സാബി കടന്നു പോകുമ്പോൾ എന്തായാലും സാബിയുടെ നന്മയുള്ള നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ മനുഷ്യരിലേക്ക് എത്തട്ടെ, സാബിയുടെ നല്ല തീരുമാനങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ സാബിയുടെ വിഷ്വൽ
ഒരു ട്രീറ്റ് തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ പല രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ സാബി ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതായത് ഡ്രോണ് പോലെയുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചിത്രങ്ങളൊക്കെ സാബിയുടെ യൂട്യൂബിലൂടെ അല്ലെ അതെ ആളുകൾക്കൊരു ഇത് കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് നമ്മുടെ ഒരു ട്രീറ്റ് അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കൂടി ആവണമല്ലോ. അതെ ഇൻഷാല്ലാ. ഇപ്പൊ എനിക്കൊരു മാനസിക സംതൃപ്തി ഉണ്ടാവും. കാരണം എല്ലാ നിലയിലും അൽഹംദുലില്ലാ നമ്മുടെ നിയത്ത് നടക്കും. അപ്പൊ ആളുകൾക്കും അതിലൂടെ എന്തെങ്കിലും കിട്ടണ്ട. ആ നിലയിൽ അവർക്കും പോയ ഫീലുള്ള രീതിയിൽ വിഷ്വൽസ് അവർക്ക് കാണിച്ചു കൊടുക്കാം ഇൻഷാല്ലാ. ഉദാഹരണത്തിന് പലപ്പോഴും പല ആളുകൾ പറയും സ്വന്തം കയ്യിൽ നിന്നൊക്കെ പണം ചെലവാക്കി പോകുന്നു എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ ചെയ്താൽ പോരെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ അഭിപ്രായത്തിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ല. കാരണം ഏതിൽ നിന്ന് സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കണം എന്നുള്ളതൊക്കെ ഓരോ ആൾക്കാരുടെ ആഗ്രഹമല്ല. എന്ത് പറഞ്ഞ് സമ്പാദിക്കണം എന്നുള്ളതും ഓരോ മനുഷ്യരുടെ ആഗ്രഹമാണ്. എന്തായാലും സാബിയുടെ നന്മയുള്ള യാത്ര എന്തായാലും ഉടൻ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ദ വൺ ഓഫ് ദ ബെസ്റ്റ് മോട്ടിവേറ്റർ ഇൻ സോഷ്യൽ മീഡിയ. എന്തായാലും 15,000 കിലോമീറ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പുതിയ സാബിയെ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച സാബിയെ, മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യനെ, എല്ലാ രീതിയിലും സാബിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നിലവിൽ മാറ്റങ്ങൾ ഇല്ല എന്നൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞല്ലോ, യാത്ര ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ സാബിയിലും ആ മാറ്റങ്ങൾ നമ്മളിലുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വലിയ രീതിയിൽ പ്രാർത്ഥിക്കുന്നു. യാത്ര എപ്പോഴാണ് തുടങ്ങുന്നത്? യാത്ര ഇൻഷാല്ലാ ഞാൻ ഏത് നിമിഷവും തുടങ്ങാവുന്നതാണ്. കാരണം എൻ്റെ വിസാനെ കുറച്ച് പ്രോസസ്സ് നടക്കാനുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ ഈ റബീഉൽ അവ്വൽ ചിലപ്പോൾ 12-ന് അല്ലെങ്കിൽ ഈ റബീഉൽ അവ്വലിൻ്റെ നല്ല മുഹൂർത്തം ആയതുകൊണ്ട് റബീഉൽ അവ്വൽ തീർന്നതിന് മുമ്പ് തന്നെ ഇൻഷാല്ലാ ഏത് നിമിഷവും ഏത് സമയവും ഞാൻ തുടങ്ങും. ഇൻഷാല്ലാ അത് വഴിയെ അറിയുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ എല്ലാവരും നിങ്ങളുടെ അടുത്ത് ഞാൻ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒന്നും ചോദിക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അൽഹംദുലില്ലാ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുള്ളത് ഒരു കാര്യം, നിങ്ങളുടെ ഭക്തി നിർഭലമായ നിഷ്കളങ്കമായ നിസ്വാർത്ഥ ദുആയിൽ എന്നെയും ഉൾക്കൊള്ളിക്കണം. കാരണം നിങ്ങളുടെ ദുആ എനിക്ക് വളരെ പ്രധാനമാണ്. ആഫിയത്തോടു കൂടെയുള്ള ആയുരാരോഗ്യത്തോടു കൂടെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. എല്ലാവരിലും എൻ്റെ അടക്കം നല്ലൊരു പിന്തുണ കൂടെ ഉണ്ടാകും. എന്തായാലും നിർത്തുന്നു. നന്ദി.